ബോർഡിൽ ക്ലർക്ക്, ക്യാഷ്യർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷന് ശേഷം അപേക്ഷിക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. 2018 മെയ് മാസത്തിൽ അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. ആകെ 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അംഗീകൃത സർവകലാശാല ബിരുദമാണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. ഡിഗ്രിക്ക് സയൻസ് വിഷയമെടുത്തവർക്ക് 50% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. സയൻസ് ഒഴികെയുള്ള വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക് 45% മാർക്ക് മതി. ശമ്പള നിരക്ക് 13,210 മുതൽ 22,360 ആയിരിക്കും. അപേക്ഷാ ഫീസ് 750 രൂപ. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 500 രൂപ. പ്രായപരിധി 18-നും 36-നും മധ്യേ. ഉദ്യോഗാർത്ഥികൾ 1982 ജനുവരി 2-നും 2000 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നാക്ക സമുദായക്കാർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കും. എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുക. 100 മാർക്കിന്റെ 100 ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പർ 1 മണിക്കൂർ 15 മിനിറ്റിന്റേതായിരിക്കും. പരീക്ഷയുടെ സിലബസ്: പാർട്ട് 1 ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൈൻസ് ഇൻ കേരള ആൻഡ് ക്വസ്റ്റ്യൻസ് ഓൺ കമ്പ്യൂട്ടർ അവയർനെസ്. പാർട്ട് 2 ജനറൽ ഇംഗ്ലീഷ്. പാർട്ട് 3 റീജിയണൽ ലാംഗ്വേജ്, മലയാളം ഓർ തമിഴ് ഓർ കന്നഡ. പാർട്ട് 4 quantitative aptitude, clerical ability, mental ability, test of reasoning and simple arithmetic. Part 5 temple affairs, Hindu culture and custom. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 28/1/2019. റിക്രൂട്ട്മെന്റ് നമ്പർ 13/2018. വെബ്സൈറ്റ് www.kdrb.kerala.gov.in. 2018 മെയ് മാസത്തിൽ നൽകിയ വിജ്ഞാപന പ്രകാരം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത കൂടി നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ അപേക്ഷകൾ കിട്ടിയപ്പോൾ അവയിൽ DCA യോഗ്യതയ്ക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത ബിരുദമുള്ളവരുടെ ധാരാളം അപേക്ഷകൾ കണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും DCA യോഗ്യത ഒഴിവാക്കി വിജ്ഞാപനം പുതുക്കിയത്. അതിനാൽ 2018 മെയ് വിജ്ഞാപനത്തെ തുടർന്ന് സ്വീകാര്യമായ അപേക്ഷ അയച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. www.kdrb.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി അയക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഉദ്യോഗാർത്ഥികൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 3 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം. ഇപ്പോൾ പുറപ്പെടുവിക്കുന്ന റാങ്ക് ലിസ്റ്റ് കാലാവധി കുറഞ്ഞത് 1 വർഷവും കൂടിയത് 3 വർഷവുമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.kdrb.kerala.gov. കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.